അതെ, നമ്മുടെ ചെറുക്കനെ ആ സജിയുടെ മോന് മാന്യമായിട്ടുള്ള കൂട്ടുകെട്ടൊന്ന് നിർത്തണം, എന്നാലേ അവൻ നന്നാവൂ. എന്താ കേട്ടില്ലേ? എൻ ഫ്രണ്ട് പോലെ ആരാണച്ചാ. എങ്ങോട്ടാടാ? ഞാൻ മനുവിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോവാച്ചാ. ആഹാ, അടിപൊളി. മോനെ, നിന്റെ ഉറ്റ സുഹൃത്താരാ? എന്താ സംശയം? മനു. മനു, നീ ഇന്നേ വരെ അവൻ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? അതിപ്പോ എന്താടാ, ഭയങ്കര ഫ്രണ്ട്സാന്ന് പറഞ്ഞ് നീ ഇന്നേ വരെ അവനൊരു ഹെൽപ്പും ചെയ്തിട്ടില്ല? കഷ്ടം തന്നെ. ആ, ഇതിൽ 2000 രൂപ ഉണ്ട്, ഇതവന് കൊടുക്ക്. എന്തിന്? പൈസക്ക് ആവശ്യമില്ലാത്തവരായിട്ട് ആരുള്ളേ? ഈ കൊടുക്കലും വാങ്ങലൊക്കെ ഫ്രണ്ട്ഷിപ്പില് സ്വാഭാവികല്ലേ, വാങ്ങിച്ചോ. ആ, താങ്ക്സ് അച്ഛാ. പിള്ളേരുടെ ഒരു കാര്യം. നല്ല ബെസ്റ്റ് തന്ത. ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെങ്കിലും ബ്രേക്ക് ആക്കാൻ പറയുമ്പോ നിങ്ങൾ പൈസ കൊടുത്ത് വഷളാക്കി ആ കൂട്ടുകെട്ട് ഊട്ടി ഉറപ്പിക്കാണോ ചെയ്യുന്നേ? എന്റെ ശീലു, പിള്ളേരല്ലേ, ഈ പ്രായത്തിലൊക്കെ അല്ലേ ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ ഒക്കൂ. വെളിവില്ലാത്തൊരു മനുഷ്യൻ. മണ്ടി. മോനെ, നീ ഇന്നലെ മനുവിന് പൈസ കൊടുത്തിരുന്നോ? കൊടുത്തല്ലോ, അവന് ഹാപ്പിയായി ആണല്ലേ? എന്നാലേ നീ അവന്റെ ആ പൈസ ഒന്ന് തിരിച്ചു ചോദിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, കയ്യിലാണെങ്കിൽ 10ന്റെ പൈസ ഇല്ല. അയ്യോ, അതവൻ ചെലവാക്കി കാണില്ലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ഒരാവശ്യം വരുമ്പോ സഹായിക്കുന്നവരല്ലേ ഒറ്റ സുഹൃത്ത്. അങ്ങോട്ട് സഹായിച്ച പോലെ നമുക്ക് ഒരാവശ്യം വരുമ്പോ ഇങ്ങോട്ടും സഹായിക്കണ്ടേ? ഈ കൊടുക്കലും വാങ്ങലൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ സ്വാഭാവികമാണല്ലോ. എന്താ, അവൻ നിന്റെ ഒറ്റ സുഹൃത്തല്ലേ? ആണ്. അവനോട് ആ പൈസ ചോദിച്ചു വാങ്ങിച്ചാ, എനിക്ക് അത്യാവശ്യമുണ്ട്. അച്ഛൻ വലിയ സീനാക്കല്ലേ, ഞാൻ ചോദിക്കാം, അവൻ തരും. ആ, തന്നാ മതി. ആടാ, എന്താളിയാ? എടാ, ഇന്നലെ ഒരു 2000 തന്നില്ലേ? ആ, ഇന്നും അതുപോലെ തരാനാണോ? നീ വെറുതെ കഷ്ടപ്പെടണ്ടാട്ടോ, ജിപേ അയച്ചെന്നാ മതി. അതല്ല, അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യം, നീ ആ പൈസ ഒന്ന് തിരിച്ചു തരുമോ? അയ്യോളിയാ, അതെന്റെ ചെലവായില്ലോ. എടാ, എനിക്ക് ഇവിടെ ഒരു സ്വൈര്യവും തരുന്നില്ല, നീ എങ്ങനെയെങ്കിലും അതൊന്ന് അഡ്ജസ്റ്റ് ആക്കി തരുമോ? അല്ലെങ്കിൽ ഒരു 2000 കടായിട്ടെങ്കിലും കാട്ട്. കടോ? നമ്മൾ തമ്മിലോ? അത്രയ്ക്ക് അതപ്പതിച്ചോ അളിയോ നീ? അളിയാ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലടാ. ഏയ്, നീ വിഷയാക്കല്ലേ, 2000ന്റെ കേസല്ലേ ഉള്ളൂ, ഞാൻ ഈവനിങ് ആകുമ്പോഴേക്കും ഒപ്പിച്ചുതരാം. ഓക്കെടാ, താങ്ക്സ്. താങ്ക്സോ? അളിയാ, ദേ സൗഹൃദത്തെ പണത്തിന്റെ പവർ കൊണ്ട് അളക്കല്ലേ. അതുകൊണ്ടല്ല, ഞാനിങ്ങനെ ഒരു പെടലില് പെട്ടോണ്ടാ. ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കി തരാടാ, ചിന്ത മക്കറോ മേ ഹൂനടാ. ആടാ, ഓക്കെ, ബൈ. ഈവനിങ് ആവുമ്പോഴേക്കും അവൻ തരാന്ന് പറഞ്ഞു. സമാധാനമായോ? ആദ്യം കാശ് കിട്ടട്ടെ, എന്നിട്ട് സമാധാനിക്കാം. അച്ഛാ, പണത്തിന്റെ പവർ കൊണ്ട് സൗഹൃദത്തെ അളക്കാൻ നോക്കല്ലേ, ചിലപ്പോ അളവ് പോലും തെറ്റും. അതാണ് സൗഹൃദം, അത് അളക്കാവുന്നതിലപ്പുറമാണ്. അളക്കുന്നില്ല. കടം വാങ്ങിച്ച കൂട്ടുകാരനെ കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ കണ്ടം വഴി ഓടി. ആഹാ, നല്ല കാലിക പ്രസക്തമായ വാർത്ത. അച്ഛാ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. കണ്ടിട്ട് കുറച്ചായല്ലോ, എവിടെയായിരുന്നു? എവിടാ എന്റെ കാശ്? ഒരു 2000 ഉറുപ്പ്യയിലാണോ അച്ഛാ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇരിക്കുന്നത്? ഡാഡി സൺ ബന്ധത്തെ പണത്തിന്റെ പവർ കൊണ്ട് അളക്കല്ലേ ഡാഡി. നീ എന്തൊക്കെയോ വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. വൈകുന്നേരത്തിനുള്ളിൽ നിന്റെ ഉറ്റ സുഹൃത്ത് പൈസ കൊണ്ടുതരുന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് എന്തിയേ കാശ്? എന്തിയേ? ഡാഡി, ഞാൻ 2 ദിവസമായി ആ തെണ്ടിയെ ട്രൈ ചെയ്യുന്നു, കോൾ ചെയ്ത് എടുക്കുന്നില്ല, അയച്ച മെസ്സേജസിനൊന്നും റിപ്ലൈ ഇല്ല, അവന്റെ ഒരു അഡ്രസ് പോലും ഇല്ലാന്ന്. മതി, ഇത്രയ്ക്ക് ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും 11 നിന്റെ കൺവട്ടത്തേക്ക് വരില്ല. പണം കൊണ്ട് ബന്ധം ഉറപ്പിക്കാം, അതുപോലെ തന്നെ വേരോടെ ബന്ധം മുറിപ്പിച്ചെടുക്കും ചെയ്യാം. എന്നാ ഒരു ഐഡിയ. യെസ്, കടം അപകടം.